അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് റെസിപ്പിയാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഗ്രീൻ കളർ പാക്കറ്റിലാണ് വരുന്നത്. അതിൻ്റെ പുറകിലത്തെ സൈഡിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന കാര്യങ്ങളൊക്കെ അവർ പിക്ചർ അടക്കം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിന് 70 രൂപയായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഈസിയാണ്, റെസ്റ്റോറൻറ്റിൽ സ്റ്റൈലിൽ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ സൂപ്പ് കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു ഗ്ലാസ് സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയായിട്ട് വരുന്നത്. ഏകദേശം ഒരു വൈറ്റ് കളറല്ല, ഒരു ക്രീമി കളറിൽ എന്താണ്ടൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, ഈ ഒരു ടെസ്റ്റെല്ലാം അതിൻ്റെ ഉള്ളിലത്തെ പൊടി എന്നുള്ളത്. അപ്പോൾ ഇതിൽ സ്വീറ്റ് കോണും ചിക്കൻ്റെ പീസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആ പാക്കറ്റിലുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുക്കണം. കണ്ടോ, അതിനകത്ത് സ്വീറ്റ് കോണും ഉണ്ട്, ചിക്കൻ്റെ ചെറിയ ചെറിയ പീസസും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എന്നിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഇതല്ല ഇരിക്കുന്നത്, ഒരു ക്രീമി ടെക്സ്ചർ ആവണ വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി നന്നായിട്ട് വേവിക്കണം. അതാണ് അതിൻ്റെ കുക്കിങ്ങിൻ്റെ എന്ന് പറയുന്നത്. നമ്മൾ ആ പൊടിയും കൂടെ മിക്സ് ചെയ്തപ്പോഴേക്കും കളറൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ട്, ഒരു ക്രീം കളർ പോലെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ കോണും ഇതിലുള്ള ചിക്കനൊക്കെ ഒന്ന് വേവണം. അപ്പോൾ ഓൾറെഡി നമുക്ക് 3 മിനിറ്റാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിനുള്ളിൽ തന്നെ ഇത് വേവും. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്, കാരണം നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ക്രീമി ടെക്സ്ചർ ആയപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചൂടോടെയാണ് സൂപ്പ് കുടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലോട്ട് മാറ്റി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഉപ്പ് ഉണ്ട്, പക്ഷേ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എരിവൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് പെപ്പർ പൊടിയും കൂടെ ആഡ് ചെയ്തു, കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അനൂസിന് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുവരെയുള്ള സോപ്പൊന്നും ഇഷ്ടപ്പെടും, ഇതിന് ഇഷ്ടപ്പെടുമോ തമ്പുരാനറിയാം. ഞാൻ കഴിച്ചതിൽ എനിക്ക് സോപ്പ് ഇഷ്ടമല്ല, കഴിച്ചതിൽ എനിക്ക് ഇഷ്ടമായിട്ടില്ല. സൂപ്പ് എനിക്ക് ഇഷ്ടമാണോ? കഴിച്ചതിലുണ്ട്, ഇതിന് ഇഷ്ടമാണോ, പിന്നെ കഴിച്ചിട്ട് നല്ലതാണെന്ന് നോക്കട്ടെ. ചിക്കൻ സൂപ്പ് അല്ലേ, ചൂടുണ്ടേ, ഇച്ചിരി ചിക്കനും കൂടെ എടുക്ക്. ചിക്കൻ പീസ് സ്വീറ്റ് കോണൊക്കെ ഉണ്ട്. കോണാ എനിക്ക് ഇഷ്ടമല്ല. കോൺ ഇത് തക്ക ചിക്കനൊന്നും ഇല്ല. ഉണ്ടടാ, എൻ്റെ ഉള്ളിലുണ്ട്. ആ ഇതെന്തോരാണത്? ഊതി ഊതി കൈ. ഇഷ്ടപ്പെട്ടില്ല. ഉപ്പുണ്ടാ? ഒന്നുമില്ല. അപ്പം കുറച്ച് കുരുമുളക് പൊടി ഇടും. ഇത് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അല്ലെങ്കിൽ സൂപ്പ് ഇഷ്ടമല്ല. നമുക്കൊന്നൂടെ മണം കുരുമുളക് സോപ്പ്, ഇത് കുരുമുളക് പൊടികളാണ്. നിർത്തിങ് വേണ്ട, കുരുമുളക് പൊടി ഇട്ടുണ്ട്. വേണ്ടടാ. ഒരു സ്പൂൺ എടുത്താൽ നമ്മൾ ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വ്യത്യാസം നോക്കാം. ഇഷ്ടമായില്ല? കൊള്ളത്തില്ല? ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ സൂപ്പ് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അനൂസിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പ് കൊള്ളത്തില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ടെക്സ്ചർ നോക്കുവാണെങ്കിൽ കറക്റ്റ് ആ സൂപ്പിൻ്റെ അതിൽ തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ എരിവ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് പിന്നെയും നമ്മൾ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഉപ്പും കുഴപ്പമില്ല, ഉപ്പ് അധികം നമ്മൾ ഇട്ട് കൊടുത്തില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ.
അപ്പോൾ ഇതിൽ നമുക്ക് സ്വീറ്റ് കോണും ഉണ്ട്, അതുപോലെ തന്നെ ചിക്കനും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എനിക്കും അതേ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല എന്ന രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അത്രയൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.